പീരിയഡ് ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഒരു സ്പേസ് കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ പോവാറില്ല കേട്ടോ. കുളിക്കുന്ന പറഞ്ഞാൽ രാവിലെ തലേ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ടോൺസിലേറ്റിന്റെ. മക്കളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, 2 ദിവസത്തേക്ക് പാചകങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമ്മയായിരിക്കും. എന്താന്ന് ചോദിച്ചിരുന്ന, ഇവിടെ ശാന്തിയാണ് നമ്മളെ വീട്ടിലുള്ളത്. മോക്ക് പീരീഡ് ആയി കഴിഞ്ഞാൽ ആഹാരം ഒന്നും പാചകം ചെയ്ത് കൊടുക്കത്തില്ല. അതുകൊണ്ട് അമ്മയുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണേ. രാവിലത്തെ പരിപാടിക്കായത് രാവിലെ നമുക്ക് അപ്പവും കിഴങ്ങ് കറിയും, അതിന് താണ്ടെ പച്ചരി കഴുകുക, വൈകുന്നേരം ആട്ടാം. അപ്പൊ കൂട്ടുകാരെ, ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ വ്ളോഗിനകത്തൊക്കെ നിങ്ങൾക്ക് കൂടുതലും കുക്ക് ചെയ്യുന്നതൊക്കെ അമ്മയായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പം എന്താണ് കാരണമെന്ന് അമ്മ പറഞ്ഞു കാണുമല്ലോ അല്ലെ. എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്റെ വായിലാണ് റബ്ബർ ഇട്ടേക്കുവാണ് കേട്ടോ, പല്ലിന് റിങ്ങിനകത്ത് ഇങ്ങനെ റബ്ബർ ഇട്ടേക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പൂജാരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെ ചെയ്യണമേ. അപ്പം ഇപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് പൂജാരിയൊക്കെ വന്നത്. പക്ഷെ ഞാൻ പ്രായമായ കാലം മുതലേ അമ്മ എന്നെ അടുക്കളയിൽ കയറാനോ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഈ പീരീഡ് ആവുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും അമ്മ കഴിക്കാറില്ലായിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും സ്വന്തമായിട്ട് തന്നെ ആഹാരം ഉണ്ടാക്കി സ്വന്തമായിട്ട് തന്നെ കഴിക്കുന്ന ഒരാളാണ് അമ്മ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ശീലം എന്നെയും ആ കൊച്ചിലെ മുതല് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു പൂജാരിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതൊരിപ്പോൾ തരണം ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ വീട് കംപ്ലീറ്റും ക്ലീൻ ചെയ്യും. ചെയ്ത് 5-ന്റെ അന്ന് പോലെ വിളക്ക് കത്തിക്കും കേട്ടോ. പീരീഡ് ആവുന്ന ദിവസങ്ങളൊന്നും നമ്മളെ വീട്ടിൽ നമ്മൾ വിളക്കൊന്നും കത്തിക്കാറില്ല. പിന്നെ ഭക്ഷണങ്ങളെല്ലാം അമ്മയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉള്ള ജോലി എന്തുവാണെന്ന് ചോദിച്ചാൽ മിറ്റം തൂക്കുക, പെര തൂക്കുക, അങ്ങനെയൊക്കെയുള്ളത്. അപ്പം അച്ചായിയുടെ അമ്പലത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ആയാലും അമ്മ തന്നെയാണ് കഴുകുന്നതും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഉച്ചത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ സാമ്പാർ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. ഉച്ചത്തേക്കുള്ള സാമ്പാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് സാമ്പാർ വെക്കാം. അമ്മ കുലിഞ്ഞ് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, സാമ്പാറിനൊക്കെ അരിയുന്ന നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മലക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ നമ്മുടെ റോസാ ചെടിക്ക് കൊണ്ട് ഇടുവാണേ. അങ്ങനെ റോസാ ചെടിക്ക് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടിട്ട് ആശാട്ടി കയറി വരുക കേട്ടോ. അങ്ങനെ തന്നെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുകി കുക്കറിനകത്തേക്ക് ഇടുന്ന ധൃതിയിലാണേ. അങ്ങനെ പോയതേ അമ്മ ആ നേരത്തിന് സാമ്പാർ വേറെ നേരത്തെ തുണിയെല്ലാം കഴുകി കുറച്ച് നൈറ്റിയൊക്കെ എടുത്ത് അങ്ങ് അകത്തിടുക കേട്ടോ. അമ്മയുടെ നൈറ്റിയൊക്കെ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് കൊണ്ട് രഹസ്യമായിട്ട് അവിടെ ഇടുന്നത് കേട്ടോ. വെയിൽ കെട്ടിയാൽ നരച്ചു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ള തുണികളെല്ലാം നമ്മുടെ ഇൻ്റർലോക്ക് തൂത്ത് വൃത്തിയാക്കി ഇട്ടത് കൊണ്ട് തന്നെ അവിടെ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ തൂത്ത് വൃത്തിയാക്കി ഇടും ഞാൻ. അതുകൊണ്ട് നമുക്ക് തറയിൽ വിട്ട് ഉണക്കാം. ഇത്ര നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ ദാണ്ട ഗേറ്റിലോട്ട് തുണി ബാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കൺഫ്യൂഷൻ, ഈ നൈറ്റ് തറയിടണോ അതോ ഗേറ്റിലിടണോ? ഞാൻ പറയാം എന്തായാലും തറയിടണ്ട, ഗേറ്റിൽ തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടോ. സാമ്പാർ വെക്കാൻ പോവാണോ? കടുക് വറുത്താൽ മതി. അപ്പൊ അമ്മ സാമ്പാർ കടുക് വറുക്കാൻ പോവുകയാണ് കൂട്ടുകാരെ. ബാക്കി ജോലിയൊക്കെ ഒതുങ്ങിയോ? തുണി കഴുകിക്കൊണ്ടിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ എടുത്ത് വെച്ച് അതിങ്ങി തിളപ്പിക്കണം. സാമ്പാറോടെ വെച്ചിറക്കുമ്പോ ഉച്ചലത്തെ ജോലി തീരും. കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ടേ എണ്ണയൊക്കെ കുറേശ്ശേ ചേർക്കത്തുള്ളൂ. അതെന്തുവാ? അത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക. ഓക്കെ, ഇത് നമ്മുടെ കറിവേപ്പില. വറ്റല് മുളകൊക്കെ തീർന്നു പോയി. വറ്റല മുളകില്ല. ഈ മുളകൊക്കെ മേടിക്കണമല്ലോ. അതെ. ഇപ്പൊ കൂട്ടുകാരെ സാമ്പാറിന് കടുക് താളിക്കുകയാണല്ലേ. എന്നിട്ട് കടുക് താളിച്ചോണ്ടിരിക്കുക. ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം സാമ്പാർ ഇങ്ങോട്ട് ഒഴിക്കാം. സാമ്പാർ നരങ്ങി ചേർത്താൽ നല്ല കൊഴുത്ത് കുറുകുറാന്നിരിക്കും. അപ്പൊ കൂട്ടുകാരെ, ഞാനാണെങ്കിൽ അമ്മയ്ക്ക് പാത്രം എല്ലാം കഴുകി കൊടുത്ത് സഹായിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പീരീഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേദനയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമുക്ക് പീരീഡ് ആവുന്നതിന് 2 ദിവസം മുമ്പ് നടുവിലൊക്കെ ചെറിയ പിടുത്തം അതൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലാതെ ദൈവത്തിന്റെ സഹായം കൊണ്ട് പീരീഡ് ടൈമിൽ വേദനയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലേ. അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ
കാര്യം ഓരോ ആൾക്കാർക്കൊക്കെ വയറുവേദന കൊണ്ട് പൊളയുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തിന് അനുഗ്രഹം കൊണ്ടതായാലും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല എനിക്ക്. എന്നാ എനിക്ക് PCOD ഒക്കെ ഉള്ളതാണ് കേട്ടോ. എങ്കിൽ കൂടിയും വേദനയും കാര്യങ്ങളൊന്നും ഇല്ലേ. അപ്പൊ ഞാൻ ഈ പാത്രം എല്ലാം ഒന്ന് കഴുകി കൊടുത്ത് അമ്മയെ സഹായിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, അപ്പം എൻ്റെ ഒരു പീരിയഡ് ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ അമ്മയുടെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ അമ്മ തീർത്തതാ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു കസേര വന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തറയിലും അച്ചായി മുകളിലുമാണ് കിടക്കാറേ. വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ കുളിക്കുന്ന പറഞ്ഞാൽ രാവിലെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ടോൺസിലേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണത് കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ പുറം കുളിക്കും, അതിനുശേഷം വൈകുന്നേരം ആകുമ്പം തല കുളിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ പീരിയഡിൻ്റെ ഡേ 2-ന് ഇനിയിപ്പോൾ എത്ര ടോൺസിലേറ്റ് പഴുത്താലും ശരി രാവിലെ അങ്ങ് തല നനച്ച് കുളിക്കും കേട്ടോ. അതൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് കുളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇപ്പോൾ അച്ചായ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയല്ല, അച്ചായ ഇവിടെ നിന്ന് കുടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. വൈകുന്നേരത്തെ ജോലികളിലേക്ക് അമ്മ കടക്കാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നേ. കൂട്ടുകാരെ, അമ്മയാണെങ്കിലേ നിങ്ങൾ രാവിലെ കണ്ടായിരുന്നല്ലോ, അരിയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിനുള്ളത്. അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ തിരുങ്ങുകയാണേ. ഞാനിങ്ങനെ പീരീഡ് ആവുന്ന സമയത്ത് പെരയും കാര്യങ്ങളെല്ലാം തൂക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ തൂക്കാറില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ പൂജാമുറി, നമുക്കെന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസിലാണ് നമ്മുടെ പൂജാ റൂം നമ്മളിങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ അധികം എന്നല്ല, ഞാൻ തണ്ടേ ഇവിടെ ഈ ഒരു സ്പേസ് കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ പോവാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് അമ്മ തൂത്ത് തരുമ്പം ബാക്കിയുള്ളത് ഞാനങ്ങ് തൂക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കഴുകിയ തുണിയാണ് നമ്മുടെ സെറ്റിൽ കിടക്കുന്നത്. അതൊക്കെ ഇനി അമ്മയ്ക്ക് മടക്കിക്കൊണ്ട് വെക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ അവിടെ അടുക്കളയിൽ അരി ആട്ടാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനുള്ള അരി ആട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ നേരത്തിന് പെര തൂക്കാനായിട്ട് വന്നിട്ടുണ്ട്. അമ്മ നമുക്ക് ആ ഒരു പൂജാമുറിയുടെ ഏരിയ ഒക്കെ തൂത്ത് തന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലായിടും ഞാനങ്ങ് തൂക്കും കേട്ടോ. തൂക്കാൻ വന്നിട്ട് താണ്ടെ ഒന്ന് അടുക്കളയിലോട്ട് വന്ന് അടുക്കള തൂക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ അരിയാട്ട് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ അരിയാട്ടും കാര്യങ്ങളെല്ലാം അവിടെ നടക്കട്ടെ, ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ഞാൻ എല്ലാം തൂത്ത് അങ്ങോട്ട് ഒതുക്കിയിട്ട് നേരെ നമ്മുടെ വെളി ഇൻ്റർലോക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം ഇലയും കാര്യങ്ങളൊന്നും വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് നിറയെ മണ്ണാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്കും കാര്യങ്ങൾ 4 വശം തൂത്ത് എല്ലാം കൂടെ നിങ്ങളെ കാണിക്കുന്ന ബോറടിക്കും കേട്ടോ. അതാണ് ഞാൻ അത്രയും കുറച്ച് ഭാഗം തൂക്കുന്ന മാത്രം കാണിച്ചത്. അപ്പം നമ്മുടെ ഈ സൈഡിലെ മിറ്റം ഞാൻ തൂത്തുന്നുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോയിലും അപ്പുറത്തെ സൈഡിലെ മിറ്റം തൂക്കുന്നതാണല്ലോ സ്ഥിരം കാണിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ഇരുന്നോട്ടെ, ഇന്ന് ഈ സൈഡിലെ തൂക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയും തൂത്തിട്ടുണ്ട്. അങ്ങനെ തൂത്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചെടിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയമാണ്. എൻ്റെ ചെമ്പരത്തി കുട്ടി, പിന്നെ തെറ്റിക്കുട്ടി, പിന്നെ നമ്മുടെ റോസാക്കുട്ടി കേട്ടോ. 3 പേര് സന്തോഷമായിട്ട് നിൽക്കുന്നു. അരി ആട്ടി അപ്പത്തിന് രാവിലത്തേക്ക് വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയില് ചപ്പാത്തിയും കിഴങ്ങറിയുക. ആണ്ട ചപ്പാത്തി ചുട്ടോണ്ട് നിൽക്കുന്നു. മോള് ഓഴ്സാ കുടിക്കുന്നത്. മോക്ക് ഓഴ്സും താണ്ട കാച്ചുന്നത്. ഇതുകൂടെ ആകുമ്പോ നമ്മുടെ ഇന്നത്തെ ജോലി തീർന്നു. ഇനി പോയി കുളിച്ച് വൃത്തിയായാൽ മതി. പോയൊന്ന് കുളിക്കണം. ഈ ചൂടത്തുനിന്ന് ഇത് ചെയ്തിട്ട് പോയി കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ. എൻ്റെ പീരിയഡിൻ്റെ ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ചെറിയ മിനി വ്ളോഗായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, രാത്രി ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയാവാറായിട്ടുണ്ട്. ഇനി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഓട്സ് കുടിക്കും. പിന്നെ അച്ചയൊക്കെ വരുമ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങുക. പിന്നെ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോകുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.